അയന സൂപ്പർബ്. താങ്ക് യു ചേച്ചി. സൂപ്പർബ്. താങ്ക് യു. ശരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എല്ലാരും എന്നെ പിടിച്ച് തല്ലും. എന്തായിരുന്നു എല്ലാരും കൂടി ഇവിടെ കാണിച്ചത് ശരിക്കും. ഓൾ ഓഫ് യു, ആനന്ദേട്ടൻ, ജോർജ് ചേട്ടൻ, സജീവൻ ചേട്ടൻ, എല്ലാവരും, ചേട്ടൻ, വിൽസൺ ചേട്ടൻ, രാജേഷ് ചേട്ടൻ, ജസ്റ്റിൻ ചേട്ടൻ, ജെർസൻ ചേട്ടൻ, എല്ലാവരും അയ്യോ സൂപ്പർബായിരുന്നു ശരിക്കും. അയന, ഹൗ ഡു യു ഫീൽ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോ? എനിക്ക് ഓർക്കസ്ട്രയുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഭയങ്കര സ്പിരിറ്റ് ആയി പോയല്ലേ, എത്ര സ്ട്രോങ് സപ്പോർട്ട് കിട്ടിയപ്പോ. വെരി ഗുഡ്. അയനയുടെ വേറൊരു മുഖം എന്ന് ഞാൻ കണ്ടു. അതിന് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലേ ശരിക്കും. അപ്പൊ അത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഓഫ് കോഴ്സ് നമ്മുടെ 3 ജഡ്ജസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അയനയുടെ പാട്ടിനെ കുറിച്ച് പറയാൻ. ആദ്യം ജാസി ഏട്ടാ, അയനയുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? അയനയുടെ പാട്ട് നല്ലതായിരുന്നു. ഞാൻ കണ്ടതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പെർഫോമൻസുകളെക്കാട്ടിലും ഇതിൽ കുറച്ചുകൂടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കസ്ട്രയെ പറ്റി പെട്ടെന്ന് എപ്പോഴും പറയണ്ടല്ലോ, എല്ലാവരും നന്നായിട്ട് കൈകാര്യം ചെയ്തു. വായിച്ച് നല്ല പറയുന്നത്, കൈകാര്യം ചെയ്തു. കൊള്ളാം, നല്ല പെർഫോമൻസ് ആയിരുന്നു. മോള് മൊത്തത്തിൽ പ്രൊണൗൺസിയേഷൻ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ 1 വേ ടിക്കറ്റ് ഒറിജിനൽ ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ? അത് 1 വേ ടിക്കറ്റ് ദീദിയുടെ സോങ്ങിലുണ്ടോ? അങ്ങനെ ഒറിജിനൽ സോങ്ങിൽ തന്നെയുണ്ട് 1 വേ ടിക്കറ്റ് എന്നുള്ളത്. ഓക്കെ, ഇംഗ്ലീഷും പ്രൊണൗൺസിയേഷൻ ശരിയാക്കണം, ഹിന്ദി പ്രൊണൗൺസിയേഷൻ എല്ലാം ശരിയാക്കണം. പിന്നെ ദീദിയുടെ സ്കെയിലാണോ ഇത് പാടിയിരിക്കണേ? ഇപ്പോഴേ കൂട്ടിയോ? എന്റെ സ്റ്റൈലില് ദീദിയുടെ സ്കെയിലാണോ? ശ്രുതി ദീദിയുടെ സ്കെയിലാണോ പാടിയിരിക്കുന്നത്? അതെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾനെസ് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ കറക്റ്റായിട്ട് പിച്ചിങ്ങിന്റെ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ ഇവിടെ ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മൊത്തത്തില് സിംഗിങ് ആറ്റിറ്റ്യൂഡും എല്ലാം ഇഷ്ടപ്പെട്ടു. പ്രൊണൗൺസിയേഷൻ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കണം. ഓക്കെ, ശരി. ചേച്ചി അതിന് ഇന്ന് വളരെ സന്തോഷമായിട്ട്, വളരെ എന്താ പറയണ്ടേ, വളരെ വളരെ പ്ലസന്റ് ആയിരുന്നു. സ്റ്റേജിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടി, നല്ല മൂവ്മെൻറ്റ്സും ഒക്കെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്തു. എനിക്കിന്നൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു അയനയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. പിന്നെ അപ്പം മോക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചില്ലേ. പിന്നെ കുറച്ചും കൂടെ ദീദിയുടെ പാട്ടാകുമ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ദീദി പാടിയുണ്ട്. കുറച്ചുകൂടെ എനർജി വേണമെങ്കിൽ ആവാമായിരുന്നു എന്ന് തോന്നി. അതർവൈസ് എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. നന്നായിട്ട് പാടി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദീപകേട്ടാ. അയന, എനിക്ക് അയനയുടെ പാട്ട് സെലക്ഷൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം അയനയ്ക്ക് ഇപ്പം തീർച്ചയായിട്ടും ഒരു സ്റ്റൈലുണ്ട്. അത് എല്ലാ പാട്ടിനും ചേരുന്നൊരു സ്റ്റൈലല്ല. ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സോങ്സ് വരുന്ന സമയത്ത് അയന അതിന് ശരിക്കും അയനയുടേതായ ഒരു ക്ലാസിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഓവറോൾ പാട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് അല്ല അയന. അതായത് അതേ പാട്ടിൻ്റെ ഒരു എസൻസ് എല്ലാം ഇതിലുണ്ടെങ്കിലും കുറേ ഡീറ്റെയിൽസ് ഇനിയും ശരിയാക്കാനുണ്ട്. എനിക്ക് തോന്നിയത് ഇറ്റ്സ് ലൈക്ക് അയനയ്ക്ക് ആ പാട്ട് കേട്ടിട്ട് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അതേമാതിരി യു ആർ ട്രൈങ് ടു ബി സംതിങ്. പക്ഷെ എന്താണ് അയനയുടെ ലക്ഷ്യം എന്ന് അയന മനസ്സിലാക്കുന്നില്ല ആ പാട്ടിൽ. ഈ പാട്ടിൽ അയന ഇനിയും കുറേ ആറ്റിറ്റ്യൂഡ് വൈസ്, ഇപ്പം ജാസി പറഞ്ഞ പോലെ തന്നെ പ്രൊണൗൺസിയേഷൻ ഇംഗ്ലീഷും പ്രശ്നമായിരുന്നു, ഹിന്ദിയും പ്രശ്നമായിരുന്നു. പക്ഷെ ഒറ്റടിക്കയുടെ ഒരു ഉഷാ ദീദി സ്റ്റൈലുണ്ട് ഇതിൽ തീർച്ചയായിട്ടും. പക്ഷേ അയന ഈ സ്റ്റൈലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഇനിയും കുറേ പോയിട്ട് ഈ സ്റ്റൈല് ശരിയാവാനുണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് യു ഹാവ് ടു വർക്ക് ഹാർഡർ. ഓക്കെ, എനിവേസ് ഐ അപ്രീഷിയേറ്റ് ദ ട്രൈ ആൻഡ് കീപ് ട്രൈ. ഓക്കെ അയന, അപ്പോൾ നമുക്ക് അയനയുടെ മാർക്സ് എത്രയാണെന്ന് അറിയാം. ജാസിയേട്ടാ, ഔട്ട് ഓഫ് 30? 21 ഔട്ട് ഓഫ് 30. ചിത്രേച്ചി, ഔട്ട് ഓഫ് 40? 31 ഔട്ട് ഓഫ് 40. ദീപകേട്ടാ, ഔട്ട് ഓഫ് 30? ഔട്ട് ഓഫ് 30. 20 ഔട്ട് ഓഫ് 30. അപ്പൊ അയനയ്ക്ക് ഹിന്ദി ഓൾ സോങ്സിലാണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത് 100-ൽ 72.